നന്നായി സംസാരിക്കുന്നവരുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങൾ. സംസാരിക്കുന്നവർ തെറ്റാണോ? അല്ല, സംസാരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഒരുപാട് സംസാരിക്കുന്നത് അത്ര നല്ലതല്ല, തീരെ സംസാരിക്കാതിരിക്കുന്നതും നല്ലതല്ല. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒരുപാട് സംസാരിക്കുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്. നമ്പർ 1, ഇവർ വളരെ ഇമ്പൾസീവ് ആയിരിക്കും. ഫുൾ ഓഫ് എനർജി എന്നൊക്കെ പറയത്തില്ലയോ, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നിന്നിട്ട് എനിക്കിതെല്ലാം അറിയാം, ഒരു സംഭവമാണ് എന്ന് കാണിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യമാണ്. ഏത് സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞാലും ഇതിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, അത് അറിഞ്ഞോ അറിയാതെയോ, ചിലപ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റി ഒന്നും വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഞാനൊരു കാച്ചു എന്നുള്ളൊരു രീതിയിലാണ് സാധാരണ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇമ്പൾസീവ് ആയതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷൻ അറിയാതെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ അത്രയധികം ഇവർ സംസാരിക്കേണ്ട ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല, പലപ്പോൾ പലതല്ലേ, ഇതൊന്നും നമുക്കൊരു വിഷയമല്ല, നമ്മുടെ കാര്യം നമ്മൾ അവിടെ നിന്ന് പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കേൾക്കുക, ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പറയും എന്നുള്ളൊരു മട്ടാണ്. നമ്പർ 2, പല കേസുകളിലും ഈ ഓവർ ഷെയറിങ് ഇവർക്ക് നന്നായിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇവർ സംസാരിക്കുമ്പോൾ പറയേണ്ടതും പറയേണ്ടാത്തതും ഒക്കെ ആവേശം കയറുമ്പോൾ പലപ്പോഴും ഇവർ ഈ ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞായിരിക്കും പലപ്പോഴും അയ്യോ അത് ഞാൻ വേണ്ടിയിരുന്നോ പറയേണ്ടിയിരുന്നോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 തവണ നമ്മൾ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഇവരോടൊരു കാര്യം പറയുന്നത് ഒന്ന് ചിന്തിച്ചിട്ട് മതി. കാര്യം ഇവർ പലപ്പോഴും പറയുമ്പോൾ എല്ലാം കൂടെ അങ്ങ് വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്പർ 3, ഈ റെപ്പറ്റീഷൻ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും ഇവർ പറഞ്ഞ കാര്യം തന്നെ ഓർക്കാതെ അവർ വീണ്ടും പറയും. എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരാളുടെ അടുത്ത് തന്നെ ഇവർ പറഞ്ഞ ഒരു കഥയാന്നിരിക്കട്ടെ, ബിക്കോസ് ദി ആർ ഓൾവേസ് ഫുൾ ഓഫ് എനർജി ആൻഡ് സ്പീക്കിംഗ് നോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാര്യം തന്നെ ഇവർ റിപ്പറ്റേറ്റീവായിട്ട് ഇച്ചിരി കൂടെ ഒരു പൊടുപ്പ് നുങ്ങലൊക്കെ വെച്ചിട്ട് വീണ്ടും പറയും. ഇത് തന്നെ അവർ വേറൊരു വേർഷനായിട്ട് വീണ്ടും പറയും. സോ ആ റെപ്പറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇവർക്ക് മോസ്റ്റ് കോമൺ ആണ്. നമ്മൾ കള്ളത്തരം പറയുന്നല്ല, പക്ഷേ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്നത് വരുന്ന ഒരു കാര്യമാണ് ഈ സംസാരിക്കുന്ന ആൾക്കാർക്ക്. ഓക്കെ, നമ്പർ 4, ഈ സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര പുവറായിരിക്കും. എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറണം, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ മിണ്ടാണ്ടിരിക്കുന്നതാണ് ഉത്തമം എന്നുള്ള തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് സാധാരണ കുറവാണ്. കാര്യം ദേ ആർ ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദ സിറ്റുവേഷൻ ആൻഡ് ഓൺലി ബോതേർഡ് അബൌട്ട് ദെയർ സ്പീച്ച്. മനസ്സിലായി? ബിക്കോസ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പറഞ്ഞു കേൾക്കാനുള്ളൊരു വേദി ഇവർക്ക് മുമ്പിലുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ സിറ്റുവേഷനിൽ അത് വേണോ വേണ്ടേന്നൊന്നും അവർ ചിന്തിക്കുന്നത് അവരങ്ങനെ ചിന്തിക്കാറില്ല. ആൻഡ് ദേ ആർ നോട്ട് ബോതേർഡ് ചെയ്ത്. നെക്സ്റ്റ്, പലപ്പോഴും അവർ ക്രേവ് ചെയ്യും ടു ബി ദ സ്പോട്ട്ലൈറ്റ് ഓഫ് ദി ഇവന്റ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ സംസാരം കൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ജസ്റ്റേഴ്സ് ഒക്കെ കൈവച്ച് കാണിക്കുകയും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ഉള്ളൊരു ശ്രമം ഇവർ നടത്തും. കാര്യം ദേ ഓൾവേസ് വോണ്ട് ടു ബി ദ സെന്റർ ഓഫ് അട്രാക്ഷൻ സിൻസ് ദേ ലവ് ടോക്കിംഗ്. നെക്സ്റ്റ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ് ആണ് ഇവർക്ക് എപ്പോഴും ഈ ഇൻട്രപ്ഷൻ, അതായത് ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് കയറി പറയുക, അതിൻ്റെ ഇടയ്ക്ക് കയറി പറയുക. ഇപ്പം ഒരു പക്ഷേ ഇവർക്ക് അത്ര ധാരണയില്ലാത്തൊരു സബ്ജക്റ്റാണ്, വേറൊരാൾ വളരെ നന്നായിട്ട് ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നെങ്കിലും ഇടയ്ക്ക് അദ്ദേഹം പോലും അറിയാതെ അല്ലെങ്കിൽ അവൾ പോലും അറിയാണ്ട് ഇത് ഇടയ്ക്ക് കയറി സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോമിനേറ്റ് ചെയ്യാനും റിലേഷൻഷിപ്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വഴക്ക് വരാനുമുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം എന്താ വെച്ചാൽ വേറൊരാൾക്ക് സ്പേസ് കൊടുക്കില്ല. ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം വളരെ കുറവായിരിക്കും. കാര്യം ഇവർ പറയാനാണല്ലോ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പം ദിൽ നെവർ ബി പേഷ്യൻറ്റ് ലിസ്ണേഴ്സ്. പേഷ്യൻറ്റ് ലിസ്ണിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എങ്ങനെ പോസ് ചെയ്യണം എന്നറിയാം. പക്ഷെ ആ ഒരു കാര്യം പൊട്ടിക്ക് കമ്മിയായതുകൊണ്ട് തന്നെ they are not that patient and they only think about themselves. അപ്പം അതിങ്ങനെ ജയിക്കാനുള്ളൊരു ശ്രമം നടത്തവേ റിലേഷൻഷിപ്സിൽ ഒരുപാട് കണ്ടുവരുന്നതാണ്. റിലേഷൻഷിപ്സ് ഒന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് നിർത്താനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഡോമിനേറ്റ് ചെയ്യുമ്പം കൂടെ ഉള്ള ഒരാൾ ഓട്ടോമാറ്റിക്കലി ക്വയറ്റ് ആവുകയും ഇവരുടെ വാല്യൂസ്, ഇവർ പറയാനുള്ള കാര്യങ്ങൾ പതിയെ അവരുടെ ഒരു കൺസ്ട്രക്ഷനെയൊക്കെ ഒരു ബാധിച്ചിട്ട് ഇവരൊന്ന് പുറകോട്ട് വലിയാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ഒരുപാട് കണ്ടുവരുന്നതാണ്. പല കേസുകളിലും ഈ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഒരു പൊടിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, കുറച്ച് സെൽഫ് എസ്റ്റീമിൻ്റെ ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കവറപ്പ് ചെയ്യാനാണ് പലപ്പോഴും ഇവർ ഈ ഒരുപാട് സംസാരിച്ച് ആ ഒരു പ്രീതി നേടിയെടുക്കാനുള്ള ഒരു സാധ്യത ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വാലിഡേഷൻ. അതായത് ഒരു കാര്യം ഇവർ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞൊന്ന് ഫലിപ്പിച്ച് അതൊന്ന് മനസ്സിലാക്കിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ദേ ഓൾവേസ് സീക്ക് ഫോർ വാലിഡേഷൻ. ഇവർ ഒരു കാര്യത്തിൽ പെട്ടെന്നൊന്ന്
കൺവിൻസ്ഡ് ആവാനുള്ള ഒരു സാധ്യതയും കുറവാണ്. ബിക്കോസ് ദേ ഓൾവേസ് സീക്ക് വാലിഡേഷൻ ഫ്രം ദി അതർ പേഴ്സൺ. അപ്പം കൂടുള്ള ഒരാൾക്ക് അത് ടയറിങ് ആവാൻ സാധ്യതയുണ്ട്. കാര്യം ഒന്നത് പറയും അത് വിശ്വാസമില്ല, വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കും, വീണ്ടും അടുത്തത് പറയും വീണ്ടും അതിൽ വിശ്വാസമില്ല, വീണ്ടും വീണ്ടും ചോദിക്കും. ഇതും ഒരുപാട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ, ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഈ രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നൊരു സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എന്താ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യുന്നത്, നിങ്ങളെപ്പറ്റി ഒന്ന് സെൽഫ് അവെയർ ആവുന്നത് നന്നായിരിക്കും. എൻ്റെ ഈ സംസാരക്കൂടൽ കൊണ്ടാണോ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു കാര്യം വന്നത്, അതോ സംസാര കുറവ് കൊണ്ടാണോ? അല്ലേ? എപ്പോഴും സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് വേറെ എന്തിനെക്കാട്ടി നല്ലത്. ഒരാൾ ഉപദേശിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് നമ്മൾ തന്നെ നമ്മളെ തിരുത്തി അതിലേക്കുള്ള ഒരു പാത്ത് മാറി നല്ല രീതിയിലൊന്ന് ചിന്തിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ദീസ് ആർ ദ ട്രേറ്റ്സ് ഓഫ് പീപ്പിൾ ഹു ടോക്ക് എ ലോട്ട്. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സർവീസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇഫ് യു ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു അസ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. ഫീൽ ഫ്രീ ഇൻ കോളിംഗ് ആൻഡ് വിൽ ബി ദാറ്റ് ഹെൽപ്പ് യു എനി ടൈം.